തദ്ദേശ തോൽവിക്ക് പിന്നാലെ സമഗ്രമായ വിലയിരുത്തൽ വേണമെന്ന ആവശ്യം സിപിഎമ്മിൽ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ സിപിഐ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി സമഗ്രമായി വിലയിരുത്താത്തതിൽ സിപിഎം നേതാക്കൾക്കിടയിലും വിമർശനമുണ്ട്. വിസി വിവാദത്തിൽ ഗവർണറുമായി ഉണ്ടാക്കിയ നീക്കുപോക്ക് പാർട്ടിയിലെ വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സാധ്യത. വിശകലനങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നിപ്പോൾ എം.വി. ഗോവിന്ദൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റ്, തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വോട്ട് കുറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ LDF-നാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയുള്ള വിചിത്രമായ ഒരു ന്യായീകരണം എം.വി. ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തെ യുക്തിയോടെ വിലയിരുത്താൻ ഇതുവരെ പാർട്ടിക്കുള്ളിൽ ഒരു ശ്രമം തുടങ്ങിയിട്ടില്ല എന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പും ഉയരുന്നുണ്ടല്ലോ. ശ്രീജ, തീർച്ചയായിട്ടും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം, അത് CPM-നും ഇടതുമുന്നണിക്കും എതിരായി. മറ്റൊന്ന്, ശബരിമല എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് CPM-ന് തിരിച്ചടിച്ചു. അത് വലിയ തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാക്കി. അത് UDF-നും BJP-ക്കും നേട്ടമാവുകയും ഇടതുപക്ഷത്തിൻ്റെ വലിയ രാഷ്ട്രീയ നഷ്ടമാവുകയും ചെയ്തു. ഇതാണ് പൊതുവിൽ ഉയരുന്ന വിമർശനവും വിലയിരുത്തലുകളും. പക്ഷേ പാർട്ടി നേതൃത്വം അതേപടി അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം. ഇതാണ് ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ദിവസങ്ങൾക്ക് ശേഷവും എം.വി. ഗോവിന്ദൻ്റെ ഇന്ന് പുറത്തു വരുന്ന ഈ ഫേസ്ബുക്കിലും അദ്ദേഹം വിശദീകരിക്കുന്നത്. ചില കണക്കുകൾ എം.വി. ഗോവിന്ദൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മലപ്പുറത്തേതാണ്. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിജയമാണ് UDF നേടിയെടുത്തത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് 10 ലക്ഷത്തിൽ പരം വോട്ടുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് CPM വാദിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു വാദം ഇവർ ഉന്നയിക്കുന്നത് ശബരിമല ഏച്ചിയിട്ടില്ല എന്ന വാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന ചില വാദങ്ങളാണ്. അതൊരു പക്ഷേ രസകരം കൂടിയാണ്. അതായത് അവർ ഉന്നയിക്കുന്ന വാദം ഇങ്ങനെയാണ്: ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന ചില വാർഡുകളും തദ്ദേശ സ്ഥാപനങ്ങളിലും അവിടെ ഇടതുമുന്നണിക്കാണ് വിജയം. ഒപ്പം കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പേരുകളിലടക്കം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കണ്ണൂരെ ചില ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഇടതുപക്ഷമാണ് വിജയിച്ചത്. അതുകൊണ്ട് വിശ്വാസികൾ ഞങ്ങൾക്കൊപ്പം തന്നെയാണ്, ഞങ്ങളെ കൈവിട്ടു പോയിട്ടില്ല എന്ന വാദമുയർത്താനാണ് എം.വി. ഗോവിന്ദൻ ഇന്നും ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അതായത് ശബരിമല തിരിച്ചടിച്ചു എന്ന കാര്യം CPM അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പൊതുചിത്രം എന്നതാണ് സാഹചര്യം. പക്ഷേ മുന്നണിക്കകത്ത് നിലപാട് അതല്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കാരണം CPI-ക്കടക്കം വ്യത്യസ്ത നിലപാടുണ്ട്. ശബരിമല തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അത് ശക്തമായി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലെ വിലയിരുത്തൽ ഒരുപക്ഷേ CPM ഇതേ വാദവുമായി മുന്നോട്ട് പോയാൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും മറ്റും ഇതേ നിലപാടെടുക്കുമോ, അതിൽ കൂടുതൽ കടുത്ത വാദം ഉയർത്തുമോ എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ചകൾ പ്രസക്തമാവുന്നത്. വൈകിയ വേളയിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന വാദം ഉയർത്താൻ മലപ്പുറത്തെ വോട്ട് കണക്ക് പറയുന്നു. അതേസമയം വിശ്വാസികൾ എതിരായിട്ടില്ല എന്ന വാദം ഉന്നയിക്കാൻ ക്ഷേത്ര പരിസരങ്ങളിൽ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയം, അതാണ് CPM ഉന്നയിക്കുന്നത്. അതേസമയം വിവാദമായ പോറ്റിയെ കേറ്റി എന്ന പാട്ടിൽ കേസെടുത്തതിനെ തുടർന്ന് തുടർ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് കടന്നിരിക്കുകയാണ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ പാട്ട് എഴുതിയ ആൾക്കും പാടിയ ആൾക്കും അതോടൊപ്പം ഇത് പ്രചരിപ്പിച്ച CMS മീഡിയ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതായത് ഒരു പാരഡിക്കെതിരെ ഇങ്ങനെ കേസെടുക്കാമോ എന്നതായിരുന്നു ആശയക്കുഴപ്പം. അതേസമയം ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് DGP-ക്ക് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി അയച്ച പരാതിയിൽ